ഹായ് എല്ലാവർക്കും ലേണേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസ് 9 കെമിസ്ട്രിയിലെ നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. വിച്ച് ഫ്യൂവൽ ഹാസ് ദ ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ? ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനത്തെ കുറിച്ചാണ് ചോദ്യം. പെട്രോൾ, കെറോസിൻ, ഹൈഡ്രജൻ, കോള്. ഏതാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്ന ആൻസർ? യെസ്, ഉറപ്പായിട്ടും ഹൈഡ്രജൻ ആണ് അല്ലെ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു ഗ്രാഫിലൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ആണ് കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ, റൈറ്റ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. ഹൈഡ്രജന് ഒരു ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല, അതിന്റെ ലിമിറ്റേഷൻസ് അഥവാ കുറവുകളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആൻസർ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ബേൺസ് വിത്ത് ഹൈ എക്സ്പ്ലോഷൻ. നല്ല ഉയർന്ന എക്സ്പ്ലോഷനോട് കൂടിയിട്ട് കത്തുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഹൈഡ്രജൻ. ഹൈഡ്രജൻ നിങ്ങൾക്കറിയാം വെയിറ്റ് വളരെ കുറവാണ്. അപ്പൊ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ പെട്ടെന്ന് മുകളിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനും അതുപോലെ വിതരണത്തിനും വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതാണ് രണ്ട് ലിമിറ്റേഷൻസ്. ഹൈഡ്രജന്റെ രണ്ട് ലിമിറ്റേഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറച്ച് അലോട്രോപ്പുകൾ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് അലോട്രോപ്പി? വിച്ച് ആർ ദ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് അമംഗ് ദീസ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് അലോട്രോപ്പി? എന്താണ് അലോട്രോപ്പി? നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് പറയൂ. അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ ദ ഫിനോമിനൻ ബൈ വിച്ച് സെയിം എലമെന്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫിസിക്കൽ ഫോം. അതായത് ഒരു മൂലകം തന്നെ വ്യത്യസ്ത ഭൗതിക ഗുണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ അലോട്രോപ്പി എന്ന് പറയും. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, കാർബണിന്റെ തന്നെ രണ്ട് ഫോമുകളാണ്. ഏത്? കോക്കും കോളും ഡയമണ്ടും ഒക്കെ അല്ലെ. കാർബൺ തന്നെയാണ്, എല്ലാതും കാർബൺ തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ഫിസിക്കൽ ഫോംസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഫിസിക്കൽ ഫോംസ്, സെയിം എലമെന്റ് ഡിഫറെന്റ് ഫിസിക്കൽ ഫോംസ് കാണിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും അലോട്രോപ്പി എന്ന് പറയും. ഓക്കെ, അത് പഠിച്ചു വെച്ചോളാം അലോട്രോപ്പി എന്താന്നുള്ളത്. ഇനി അടുത്തത്, വിച്ച് ആർ ദ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് അമംഗ് ദീസ്? ഇതിലെ ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മുകളിൽ കുറച്ച് അലോട്രോപ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്രിസ്റ്റൽ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഡയമണ്ടും അതുപോലെ തന്നെ ഗ്രാഫൈറ്റും ആണ് കേട്ടോ. ഓക്കെ, ഡയമണ്ടും ഗ്രാഫൈറ്റും ആണ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യമാണ്. റൈറ്റ് ടു യൂസസ് ഓഫ് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയമണ്ടിന്റെയും ഗ്രാഫൈറ്റിന്റെയും രണ്ട് യൂസസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡയമണ്ടിന്റെ ഉപയോഗം എന്തൊക്കെയാണ്? ടു മേക്ക് ഓർണമെന്റ്സ്. നമുക്കറിയാം, ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഡയമണ്ട് യൂസ് ചെയ്യും. അതുപോലെ ഗ്ലാസ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ കട്ടിംഗ് മെഷീന്റെ എഡ്ജിൽ ചെറിയ പീസ് ഡയമണ്ട് ഉപയോഗിക്കും. അപ്പോൾ രണ്ട് യൂസസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് ഓർണമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ എന്തിനുപയോഗിക്കും? ഗ്ലാസ് കട്ട് ചെയ്യാനും ഉപയോഗിക്കും. ഇനി ഗ്രാഫൈറ്റിന്റെ യൂസിലേക്ക് വരികയാണെങ്കിൽ ടു മേക്ക് പെൻസിൽ ലെഡ്. നമുക്കറിയാം, പെൻസിലിന്റെ ലെഡുകളൊക്കെ ഗ്രാഫൈറ്റ് ലെഡുകളാണ് നമ്മൾ ഉപയോഗിക്കുക, ശരിയല്ലേ? അതുപോലെ സോളിഡ് ലൂബ്രിക്കൻസ് ആയിട്ടും ഗ്രാഫൈറ്റിന് ഉപയോഗിക്കും. അതായത് ഖരസ്നേഹങ്ങളായിട്ടും ഗ്രാഫൈറ്റിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് രണ്ട് യൂസസ്. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ, ഡയമണ്ടും ഗ്രാഫൈറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇൻഹെയിലിംഗ് ഓഫ് എക്സസ് കാർബൺ മോണോക്സൈഡ് ലീഡ്സ് ഈവൻ ടു ഡെത്ത്. വൈ? അതായത് നമ്മൾ കൂടുതലായിട്ട് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മരണത്തിലേക്ക് വരെ കാരണമാകാം. അതിന് കാരണം എന്താണെന്നാണ് ചോദ്യം. ഇത് ആക്ച്വലി 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സബ് ക്വസ്റ്റ്യൻ രീതിയിൽ ഒരു 4 മാർക്കിന്റെ ചോദ്യമൊക്കെയായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇറ്റ് റിയാക്ട്സ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ആൻഡ് ഫോംസ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ആസ് എ റിസൾട്ട് ദ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ ബ്ലഡ് ഡിക്രീസസ് ലീഡിങ് ഈവൻ ടു ഡെത്ത്. എന്ന് പറഞ്ഞാൽ, അതായത് ഹീമോഗ്ലോബിനും ഈ കാർബൺ മോണോക്സൈഡും തമ്മിൽ കൂടിച്ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ആവുകയും ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറയ്ക്കും. അതായത് ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കും. ആര്? കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പൊ ഇങ്ങനെ ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്ന സമയത്ത് ബ്ലഡിലെ ഓക്സിജന്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞു. ഇത് നമുക്ക് എന്തിലേക്ക് കാരണമാവാം? മരണത്തിലേക്ക് വരെ കാരണമാവാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ റീസൺ. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുകയുള്ളൂ. ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഇൻടു ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് ഡയമണ്ടിന്റെയും ഗ്രാഫൈറ്റിന്റെയും ഏതിന്റെ പ്രോപ്പർട്ടി ആണെന്ന് അനുസരിച്ചിട്ട് തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി നിങ്ങളുടെ ചോദ്യ പേപ്പറുകളിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത് ഒരു ബോക്സ് നൽകിയിട്ട് ആ ഒരു ബോക്സിലേക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസിനെ തരംതിരിക്കാനാണ് ഉണ്ടാവാറ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കന്റ്. ലൂബ്രിക്കന്റ് അഥവാ സ്നേഹിതങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഓൾറെഡി മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിരുന്നു. അത് ഗ്രാഫൈറ്റ് ആണ് അല്ലെ. ഗ്രാഫൈറ്റിന്റെ പ്രോപ്പർട്ടി ആണ്
ലൂബ്രിക്കന്റ് അഥവാ സ്നേഹകങ്ങൾ. ഇനി അടുത്ത വെരി ഹാർഡ് അഥവാ കാഠിന്യമേറിയത് നിങ്ങൾക്കറിയാം ഡയമണ്ട് ആണ്, ഡയമണ്ടിന്റെ പ്രോപ്പർട്ടി ആണ്. ഇനി ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, കറന്റിനെ കടത്തിവിടാത്തത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത് ഉറപ്പായിട്ടും ഡയമണ്ട് തന്നെയാണ്. ബിക്കോസ് ഡയമണ്ടിനകത്ത് എന്തില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല. ഇനി നാലാമത്തത് ഹാസ് എ ലെയർഡ് സ്ട്രക്ചർ, ഇങ്ങനെ ലെയർ സ്ട്രക്ചർ ആയിട്ടുള്ളത് മറ്റാർക്കുമല്ല ഗ്രാഫൈറ്റിനാണ് കേട്ടോ, ഗ്രാഫൈറ്റിനാണ്. ഇങ്ങനത്തെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അഥവാ അപവർത്തനാങ്കം കൂടുതലുള്ളത് മറ്റാർക്കുമല്ല ഡയമണ്ടിനാണ്. അതുകൊണ്ടാണ് അത് കുറച്ചുകൂടി തിളക്കത്തിൽ കാണാൻ കാരണം. ശരിയല്ലേ? അതാണ് ലൈറ്റ് ഉള്ളിലേക്ക് വന്നിട്ട് കുറെ തവണ റിഫ്രാക്ഷൻ നടക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, യെസ് ഡയമണ്ട് ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇത് ഡയമണ്ടിന്റെ പ്രോപ്പർട്ടിയാണ്. The force of attraction between the layers is weak. അത് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റിന്റെ ലെയറുകൾക്ക് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. അപ്പൊ ഇത്രയും 6 ചോദ്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. കൂടുതൽ ചോദ്യങ്ങളുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടാവണം, എങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ പറ്റും. സോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ച് എക്സാമിന് മുമ്പ് തന്നെ അടിപൊളിയായിട്ട് പഠിച്ച് ഇരിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.